أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والمرسلات عرفا فالعاصفات عصفا والناشرات نشرا فالفارقات فرقا فالملقيات ذكرا عذرا أو نذرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, സൂറത്ത് അൽ മുർസലാത്തിൽ 3 ആയത്തുകളാണ് ഇതിനകം നമ്മൾ പഠിച്ചത്. ബാക്കിയുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ആയത്ത് 4-ാമത്തെ ആയത്തായ ഫൽ ഫാരിഖാത്തി ഫർഖ. അപ്പോൾ ഒരു വാക്ക് അതിൻ്റെ 2 രൂപങ്ങളാണ് വന്നത്. ഫാരിഖാത്ത് ഫർഖ എന്നുള്ളത്. ഫറഖ എന്ന് പറഞ്ഞാൽ വേർതിരിച്ചു എന്നാണ്. ഫിർഖത്ത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഫിർഖത്ത് ഫരീഖ്, ടീമിന് അറബിയിൽ ഫരീഖ് എന്നാണ് പറയുക. ഫിർഖത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വിഭിന്ന ചേരിയിലുള്ള വിഭാഗം. അപ്പോൾ ആ പദം വരുന്നത് ഫറഖ യഫ്റുഖു അല്ലെങ്കിൽ യഫ്രിഖു, 2 രൂപത്തിൽ മുദാരിഉ വരും. ഫർഖൻ വ ഫുർഖാൻ, ഫുർഖാൻ നമുക്ക് പരിചയമുള്ളതാണ് അല്ലേ? ഖുർആനിനെ സംബന്ധിച്ച് ഫുർഖാൻ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അൽ ഫാറൂഖ്. അപ്പോൾ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും വേർതിരിക്കുന്നതെന്നാണ് നമ്മൾ സാധാരണ അർത്ഥം പറയാറുള്ളത്. അപ്പോൾ വേർതിരിക്കുക എന്നാണ് ഫുർഖാൻ എന്ന് പറഞ്ഞാൽ. ഫഹുവ ഫാരിഖ്, വേർതിരിക്കുന്ന ആൾക്ക് പറയാം ഫാരിഖ് എന്നാണ്. അതിൻ്റെ മഫ്ഊല് മഫ്റൂഖ് എന്നാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട്. വൽ അസുൽ ഫറഖ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അസുല് യദുല്ലു അലാ തമീസ് ബൈന ഷൈഅൈൻ, 2 വസ്തുക്കൾ 2 കാര്യങ്ങൾക്കിടയിലുള്ള തമീസാണ്, വേർതിരിവാണ്. അപ്പോൾ സത്യമാണെങ്കിൽ സത്യം, അസത്യം വേർതിരിക്കുക. നെല്ലും പതിരും വേർതിരിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഒന്നിൽ നിന്ന് മറ്റൊന്ന് വേർതിരിക്കുക. അപ്പോൾ ഇവിടെ ഫൽ ഫാരിഖാത്തി ഫർഖാത്ത്, വേർതിരിച്ച് വിവേചനം ചെയ്യുന്നവയും എന്നാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചത് നമ്മുടെ മൈൻഡിൽ വരണം, അല്ലെങ്കിൽ ആ സംഗതി നിങ്ങൾ കേൾക്കണം. അതായത് അവിടെ നമ്മൾ സത്യം ചെയ്ത് പറയുന്ന അല്ലേ, സത്യം ചെയ്ത് പറയുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞു. അത് കാറ്റാണ്. അപ്പോൾ കാറ്റടിച്ച് ആ കാറ്റ് മേഘങ്ങളെ തെളിച്ചു കൊണ്ടുവന്ന് അങ്ങനെ വ്യത്യസ്തമായ സ്ഥലത്ത് മഴ പെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാമർശമാകാം കാറ്റാണ് അതുകൊണ്ട് ഉദ്ദേശ്യം എങ്കിൽ. അപ്പോൾ ഫൽ ഫാരിഖാത്തി ഫർഖ ഐ അൽ മലായിക യഅതി ബിമാ യഫ്റുഖു ബൈനൽ ഹഖ് വൽ ബാത്തിൽ വൽ ഹലാൽ വൽ ഹറാം വഖീല വഗൈറു ദാലിക. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് മലക്കുകളാണ് എന്നുള്ളതൊരു അഭിപ്രായം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ആ മലക്കുകൾ യഅതി ബിമാ യഫ്റുഖു ബൈനൽ ഹഖ് വൽ ബാത്തിൽ, എന്താണ് ഹക്ക് എന്താണ് ബാത്തിൽ എന്നുള്ളത് വേർതിരിച്ച് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഹലാൽ എന്താണ് ഹറാം, വക്കീല വൈറുദാലിക്, ഇനി ഇതല്ല എന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ മലക്കുകളല്ലെങ്കിൽ പിന്നെ കാറ്റാവുമ്പോൾ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് മേഘങ്ങളെ തെളിച്ചു കൊണ്ടുപോയി അവിടെയും ഇവിടെയൊക്കെ മഴ പെയ്യിപ്പിക്കുന്ന രൂപം ആകാം. ഇനി അതല്ല മലക്കുകളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു അർത്ഥത്തിൽ ഒക്കെ ഇതിനെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ ആയത്ത് മനസ്സിലാക്കി വെക്കുക. ഫൽ ഫാരിഖാത്തി ഫർഖ, എന്നിട്ട് വേർതിരിച്ച് വിവേചനം ചെയ്യുക, വേർതിരിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുന്ന ആ മലക്കുകൾ, അങ്ങനെയുള്ള വഹി എത്തിച്ചു കൊടുക്കുന്ന മലക്കുകൾ അല്ലെങ്കിൽ കാറ്റുകൾ
പിന്നെ അതുമായി ബന്ധപ്പെട്ട് വേറെയും ഒരുപാട് സത്യം ചെയ്തത് എന്താണ് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കും. ഇവിടെ നമ്മൾ ഓതുമ്പോൾ പ്രത്യേകമായ നിയമങ്ങളൊന്നുമില്ല. ഫൽ ഫാരിഖാതി ഫർഖ വ്യക്തമായി ശ്രദ്ധിച്ച് ഓതിയാൽ മതി. അങ്ങനെ 4-ാമത്തെ ആയത്ത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ 5-ലേക്ക് കടക്കുമ്പോൾ ഫൽ മുൽഖിയാതി ദിക്റ, എന്നിട്ട് എന്തു ചെയ്യുന്നു? മുൽഖിയാത്ത് എന്ന് പറഞ്ഞാൽ ഇട്ടുകൊടുക്കുന്നവാണ്. അപ്പോൾ ഇട്ടുകൊടുത്തു എന്നുള്ളതിന് അറബിയിൽ പറയുന്നൊരു വാക്ക് അൽഖ, യുൽഖി, അതിൻ്റെ മുദാരി ഇൽഖ, ഇടുന്നത്, ഇടുന്നവൻ എന്നൊക്കെ പറയാം. വൽ മഫ്ഊൽ മുൽഖൻ, എന്താണോ ഇടുന്നത്, ഇടപെടുന്നത്, അതിനാണ് അത് ഉപയോഗിക്കുക. അപ്പോൾ അൽഖ എന്നുള്ള അതാണ് മുൽഖിയാത്ത്, അല്ലേ? മുൽഖിയാത്ത്. ദിക്ർ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ളതാണ് സന്ദേശം, ഉപദേശം, സ്മരണ, പ്രസ്താവന എന്നൊക്കെ ദിക്ർ എന്നുള്ളതിന് അർത്ഥം പറയാം. അപ്പോൾ ഇവിടെ ദിവ്യ സന്ദേശം ഇട്ടുകൊടുക്കുന്നവയുമായിട്ടുള്ളവയെ തന്നെയാണ് സത്യം. അപ്പോൾ ആ മലക്കുകൾ എന്നുള്ള ഇതിനാണ് ഇവിടെ കൂടുതൽ സാധ്യത വരുന്നത്. അപ്പോൾ ദിവ്യ സന്ദേശം ഇട്ട് കൊടുക്കുക. ഇനി അതല്ല ദൂതന്മാർ എന്നുള്ള അർത്ഥത്തിലും വരാം, അങ്ങനെയും വരാം. അപ്പോൾ ഫൽ മുൽഖിയാത്തി ദിക്റ, ദിക്ർ ഇട്ട് കൊടുക്കുക, ദിവ്യ സന്ദേശം ഇട്ടുകൊടുക്കുന്ന മലക്കുകൾ എന്നാണ്. അതിൻ്റെ വിശദീകരണത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫൽ മലായിക, മലക്കുകളാണ്. അല്ലത്തി തുബല്ലിഉ റുസുലല്ലാഹ് വഹ്യഹു അൽ മുദ്ദക്കിറ ബിൽ ഹഖ് ലിഇബാദിഹി. നേരത്തെ നമ്മൾ വിശദീകരിച്ചത് അള്ളാഹുവിൻ്റെ വഹ്യ്, അല്ലേ? അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശം അത് ആളുകൾക്കുള്ള ഒരു സ്മരണയാണ്, ഓർമ്മപ്പെടുത്തലാണ്. അങ്ങനെയുള്ള ആ ദിവ്യ സന്ദേശം, സത്യമായ സന്ദേശം അടിമകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ മലക്കുകളെ പിടിച്ചുകൊണ്ട് ഇവിടെ സത്യം ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെയും നമ്മൾ ആയത്ത് ഓതുമ്പോൾ ഫൽ മുൽഖിയാതി ദിക്റ, ഫൽ മുൽഖിയാതി ദിക്റ. എന്നിട്ട് ആ ദിക്റിനെ സംബന്ധിച്ച് നമുക്ക് ഒരു കാര്യം പറയണം. അത് ഉദ്റൻ ഔ നുദ്റാൻ, ഒന്നുകിൽ ഉദ്റായിരിക്കും. ഉദ്ർ എന്ന് പറഞ്ഞാൽ ഒഴിവ് കഴിവ്, അല്ലെങ്കിൽ നുദ്ർ മുന്നറിയിപ്പായിരിക്കും. അപ്പോൾ 2 പദങ്ങൾ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. നെദറ എന്നുള്ളൊരു പദമുണ്ട്, അദറ എന്നുള്ള പദം. അദറ എന്ന് പറഞ്ഞിട്ട് അദറ യഅ്ദുർ ഉദ്ർ അല്ലെങ്കിൽ മഅദിറത്ത്, ഫഹുവ നാദിർ വൽ മഫൂൽ മഅദൂർ എന്ന് പറഞ്ഞാൽ ഒഴിവ് കഴിവ് പറഞ്ഞു എന്നാണ്. നദറ യൻദുറു നദർ നുദൂർ ഫഹുവ നാദിർ വൽ മഫൂൽ മൻദൂർ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് നൽകി എന്നാണ്. ഇൻദാർ, അല്ലേ? കേട്ടിട്ടുണ്ടാവും, ഇൻദാർ, മുന്നറിയിപ്പ് നൽകി. അപ്പോൾ അതായത് എന്താണ് അർത്ഥം? ഒഴിവ് കഴിവ് അല്ലെങ്കിൽ മുന്നറിയിപ്പ് ആയിക്കൊണ്ട് ഇട്ടുകൊടുക്കുന്നവനാണ്. അപ്പോൾ വദാലിക അൽ വഹി, ആ വഹിയാണിത്. അത് ഇഖാമത്തുൻ ലിൽ ഹുജ്ജത്തി മിനല്ലാഹി അലാ ഖൽഖിഹി. അപ്പോൾ വഹി എന്ന് പറയുന്നത്, ദിവ്യ സന്ദേശം എന്ന് പറയുന്നത്, ഇപ്പോൾ ഖുർആൻ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ള ഒരു വഹിയാണ്, ഖുർആനാണ്. അപ്പോൾ ഇത് ഒന്നുകിൽ ഉദ്റായിരിക്കും അല്ലെങ്കിൽ നുദ്റായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് തഹ്ദീർ ലഹും മിൻ അദാബിഹി, അള്ളാഹുവിൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നതാണ്. ആളുകൾ പറയും, ഞങ്ങൾ എങ്ങനെ വിശ്വാസികളാകുക, ഞങ്ങൾക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അത് അള്ളാഹുവിനൊരു ഉദർ, അല്ലേ? അള്ളാഹു പറയില്ല, ഞാൻ നിങ്ങൾക്ക് ഈ ദിവ്യ സന്ദേശം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് എതിരായിട്ട്, പ്രവാചകന്മാർക്ക് എതിരായിട്ടൊക്കെ പറയുമ്പോൾ ഇല്ല, നിങ്ങൾക്ക് ഈ സന്ദേശം എത്തിച്ചു തന്നിട്ടുണ്ട് എന്ന് അവർക്ക് ഒരു ഒഴിവ് കഴിവ് പറയാനുള്ളതാണ്. അതുപോലെ തന്നെ ഇത് ഒരു മുന്നറിയിപ്പാണ് ഖുർആൻ, ഈ വഹി എന്ന് പറയും. ഖുർആൻ എല്ലാ വഹിയുമാണ്, വഹിയും ഒരു മുന്നറിയിപ്പാകുന്നു. അപ്പോൾ ഉദറും നുദറുമായിട്ടുള്ളതാണ്. ഒന്ന് പറഞ്ഞാൽ നമുക്കൊരു നിലക്കും അള്ളാഹുവിൻ്റെ അടുത്തൊരു ഒഴിവ് കഴിവ് പറയാൻ പറ്റില്ല. ഞങ്ങൾക്കിത് കിട്ടിയിട്ടില്ല, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. അലം യഅ്തികും നദീർ, അല്ലേ? അലം യഅ്തികും നദീർ ഖുർആൻ്റെ ചോദ്യമാണ്. ഞങ്ങളിത് കേട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ചോദ്യം എന്താണ്? അലം യഅ്തികും നദീർ, നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നില്ലേ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഉദറുമാണ് നുദറുമാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത് നമ്മൾ ഓതുമ്പോൾ ഉദ്റൻ ഔ നുദ്റ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമമുണ്ട്. എന്താണ്? ഉദ്റൻ ഔ, അവിടെ തെൻവീൻ വന്നതിന് ശേഷം ഹംസാണ് വന്നത്.
അങ്ങനെ ആകുമ്പോൾ നമ്മൾ വ്യക്തമാക്കി ഇദ്ഹാർ ചെയ്തിട്ട് ഓതണം, മണിക്കാനൊന്നും പാടില്ല. ഉദ്റൻ ഔ നുദ്റാ, ഉദ്റൻ ഔ നുദ്റാ. അപ്പോൾ നമ്മൾ 6 ആയത്തുകളാണ് പഠിച്ചത്. ഇന്നെടുത്ത 3 ആയത്തും ആദ്യത്തെ 3 ആയത്തും, ഈ 3 എന്ന് പറഞ്ഞാൽ 6 ആയത്തുകളും എല്ലാ ആളുകളും വളരെ ഭംഗിയായി മനഃപ്പാഠമാക്കണം. അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കണം, ആശയം എന്താണ് എന്ന് മനസ്സിലാക്കണം. കാരണം ഇതിൻ്റെ ബാക്കിയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് കൃത്യമായി പഠിച്ചതിന് ശേഷം അടുത്തതിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഖുർആൻ പഠനം ഭംഗിയുള്ളതാകുക. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.